നമസ്കാരം. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നും പൊതുജനം കഴുതയല്ല എന്നും ഇനി വീട്ടിൽ പോയി ഇരിക്കാമെന്നും ജനം സഹാവ് പിണറായി വിജയന് കാണിച്ചു കൊടുത്തു. 2 തവണ പുഷ്പം പോലെ ഭരണം പിടിച്ച LDFന്റെ തോൽവിക്ക് നാണം കെട്ട തോൽവിക്ക് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അതിലും തരം താഴ്ന്നതാണ്. അധികാരം തലയ്ക്ക് പിടിച്ചാൽ അത് അഹന്തയായി മാറും. ആ അഹന്തയുടെ ആൾരൂപമായി പിണറായി വിജയൻ സഹാവ് പിണറായി സർക്കാർ മാറിയപ്പോൾ ജനം നൽകിയ തിരിച്ചടിയാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഇക്കുറി പിന്നിലായി. MP രാജേഷ്, V ശിവൻകുട്ടി, R ബിന്ദു, കടന്നപ്പള്ളി രാമചന്ദ്രൻ, P രാജീവ്, OR കേളു, VN വാസവൻ, V അബ്ദുറഹ്മാൻ, വീണ ജോർജ്, റോഷി അഗസ്റ്റിൻ എന്നിവർ പിന്നിലായി. അതേസമയം P പ്രസാദ്, K രാജൻ, സജി ചെറിയാൻ, ചിഞ്ചു റാണി, PA മുഹമ്മദ് റിയാസ് എന്നിവരാണ് മുന്നിലുള്ള മന്ത്രിമാർ. എക്സിറ്റ് പോൾ ഫലം UDFന് അനുകൂലമായപ്പോൾ പോലും മന്ത്രിമാർ കനത്ത പരാജയമാണ് പ്രവചിച്ചിരുന്നില്ല. എക്സിറ്റ് പോളുകളെയും മറികടന്നുകൊണ്ടുള്ള അപ്രതീക്ഷിതമായ തെരഞ്ഞെടുപ്പ് ഫലമാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ധർമ്മടത്ത് പിണറായി വിജയൻ പിന്നിലായി, അതായത് 5 റൗണ്ട് ആയപ്പോഴും പിന്നിലായപ്പോഴും 1000-ലേറെ വോട്ടുകൾക്കാണ് PV അബ്ദുൾ റഷീദ് ലീഡ് നേടിയത്. എന്തായാലും ധർമ്മടത്ത് ക്യാപ്റ്റൻ വരെ പിന്നിലാകുന്ന ഫലമാണ് പുറത്തു വന്നത്. ഇടത് കോട്ടയിൽ 4 റൗണ്ടുകൾ പൂർത്തിയായപ്പോഴും പിണറായി വിജയൻ 2812 വോട്ടുകൾക്കായിരുന്നു പിന്നിലായിരുന്നത്. UDFന്റെ അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദ് 23,527 വോട്ടുകൾ നേടി മുന്നിലായി. എന്തായാലും പിണറായിക്ക് 20,715 വോട്ടുകളായിരുന്നു ആദ്യം ലഭിച്ചത്. ആദ്യ റൗണ്ടിൽ മുന്നിലെത്തിയ പിണറായി പിന്നീട് 2 റൗണ്ടുകളിലും പിന്നിലായി പോവുകയായിരുന്നു. CPM ശക്തി കേന്ദ്രമായ ചെമ്പിലോട് പഞ്ചായത്തിലടക്കം മുഖ്യമന്ത്രിക്ക് അടിതെറ്റി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 3500 വോട്ടിന് ലീഡ് ചെയ്തെടുത്താണ് പിണറായി ഇത്തവണ പിറകിലേക്ക് പോയിരിക്കുന്നത്. 13 മന്ത്രിമാരാണ് പിന്നിൽ നിൽക്കുന്നത്. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം ധർമ്മടത്ത് LDF ഇങ്ങനെ പിന്നിലാകുന്നു എന്ന ബ്രേക്കിംഗ് വാർത്തകൾ വരുന്നതും. മുഖ്യമന്ത്രി മത്സരിച്ച മണ്ഡലം എന്നതിനപ്പുറം CPMന് ഇത്രയേറെ കരുത്തുറ്റ അടിത്തറയുള്ള ഒരു മണ്ഡലത്തിൽ ഈ UDF മുന്നേറ്റം ആരും പ്രതീക്ഷിച്ചതല്ല. മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിൽ LDF ഭരിക്കുമ്പോൾ കടമ്പൂർ മാത്രമാണ് UDFനൊപ്പം ഉണ്ടായിരുന്നത്. ഇവിടെയാണ് ആദ്യ റൗണ്ടുകളിൽ UDF മുന്നിൽ വന്നത്. വാർത്ത പുറത്തു വന്നത്, അതായത് മുന്നിലാണ് എന്ന വാർത്ത പുറത്തു വന്നതോടെയാണ് ധർമ്മടത്തെ UDF സ്ഥാനാർത്ഥിയായെന്ന് പലരും തിരഞ്ഞെടുത്തത്. അതായത് ഇവിടുത്തെ പിണറായിയെ പോലും പരാജയപ്പെടുത്താൻ കഴിവുള്ള ആ സ്ഥാനാർത്ഥി ആരാണ് എന്ന് പലരും തിരഞ്ഞത്. എന്നാൽ കോൺഗ്രസിലെ VP അബ്ദുൾ റഷീദിനെ അടുത്തറിയാവുന്നവർക്ക് ഇത് പുതുമയുള്ള കാര്യമല്ല. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തളിപ്പറമ്പിൽ LDFന്റെ ഭൂരിപക്ഷം മുമ്പത്തേക്കാളും പകുതിയോളം കുറച്ച സ്റ്റാർ കാൻഡിഡേറ്റ് ആയിരുന്നു അബ്ദുൾ റഷീദ്. LDF കുത്തക സീറ്റിൽ CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദനെതിരെയായിരുന്നു അന്ന് ആ നേട്ടം നേടിയത്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം വന്നപ്പോഴും ആഗോള അയ്യപ്പ സംഗമത്തിൽ വിചാരിച്ചതുപോലെ ജനപങ്കാളിത്തം കുറഞ്ഞതും പ്രതിപക്ഷ നേതാവ് അതിനെ എതിർത്തതും സഹാക്കൾ കൂട്ടത്തോടെ അകത്താവുകയും ചില പ്രബല മാധ്യമങ്ങൾ അതിനെ സ്ഥിരമായി വാർത്തയാക്കുകയും ചെയ്തപ്പോൾ പിണറായിക്ക് മനസ്സിലായതാണ് ഇത് മറ്റുള്ള അഴിമതി കഥ പോലെ ആവില്ല എന്നത്. എന്തായാലും ഇതിൽ ജനം ഇളകുമെന്നതും പ്രതിപക്ഷം മുറുകി പിടിച്ചാൽ അത് ഭരണത്തെ ബാധിക്കുമെന്നും അദ്ദേഹത്തിന് പിടുത്തം കിട്ടിയിരുന്നു. എന്തായാലും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെയും പിണറായി 3.0 തുടരും എന്നായിരുന്നു പിണറായിയുടെ കണക്കുകൂട്ടൽ. തുടർന്ന് എന്ത് ചെയ്തു? എല്ലാം വെള്ളത്തിൽ വരയാവുകയും ചെയ്തു. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നാൾ ക്ലിഫ് ഹൗസിലെ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാൻ സാധിച്ചതും അകമ്പടി വാഹനങ്ങളുടെ കൂടെ കേരളത്തിൽ വിലസാനായതും ചികിത്സ തേടി അമേരിക്കയ്ക്ക് പോയതും ലോകം ചുറ്റിയതുമൊക്കെ ഒരു ബോണസായി മാത്രം അവശേഷിക്കുകയാണ്. ഇനി വീട്ടിൽ പോയിരുന്ന് പണി നോക്കാം.